യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കണ്ടോ, ഇപ്പോഴും അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. ഇതിനൊക്കെ കാരണം നീയും നിന്റെ വീട്ടുകാരുവാ. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ ഇന്ദ്രേട്ടനെ പറയുന്നേ? നീയൊക്കെ എന്റെ അമ്മയെ അവഗണിച്ച് നാണം കെടുത്തിയതുകൊണ്ടല്ലേ അമ്മ ഇറങ്ങിപ്പോയത്. അനു, വീണ്ടും നല്ല പിള്ള കളിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇന്ദ്രേട്ടാ, ഞാൻ പറയുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇന്ദ്രേട്ടനൊന്ന് സോനയെ വിളിച്ചു നോക്ക്. ആ, അത് ശരിയാ. എന്താ എന്റെ അമ്മയുടെ അവസ്ഥ എന്നൊന്നും അറിയാലോ. ഇന്ദ്രേട്ടനാണല്ലോ. ഏട്ടാ, മോളെ, നീ എവിടെയാ? ഞാൻ ജോലി സ്ഥലത്തേട്ടാ. അമ്മയുടെ കാര്യം അറിയാനാവൂലേ ഏട്ടൻ വിളിച്ചത്? അതെ, ഞാൻ കുറെ സമയം വിളിക്കുന്നു. അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മ മാനസികമായി ആകെ തളർന്നിരിക്കേട്ടാ. ആഹാരം പോലും കഴിക്കുന്നില്ല. അമ്മയെ തനിച്ചാക്കി ഇങ്ങോട്ട് വരാൻ മനസ്സുണ്ടായിട്ടല്ല ഏട്ടാ. പിന്നെ വരാണ്ടിരിക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ ജോലിക്ക് വന്നത്. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ മോളെ എന്നെ ശിക്ഷിക്കുന്നത്? അമ്മ ഞാൻ വിളിക്കുമ്പോ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാവുമെന്ന് മറ്റാരേക്കാളും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. നമ്മുടെ അമ്മയുടെ സ്വഭാവം ഏട്ടൻ അറിയാവുന്നതല്ലേ. ഇന്ദ്രേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു പൊടിക്കൈ കാര്യം ഉണ്ടായ പോലും അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനൊരു വാശിയായി ഇതിനെയും കണ്ടാ മതി. ആ, ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുവാ. അതൊന്നും വേണ്ടേട്ടാ. ഇപ്പൊ ഏട്ടൻ അവിടെ ഉണ്ടാവേണ്ടത്. ഏട്ടത്തിയുടെ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് തനിച്ചാക്കി പോരുന്നത് ശരിയല്ല. എനിക്ക് അതിലൊക്കെ വലുത് എന്റെ അമ്മയാ. അമ്മ അങ്ങനെ വേദനിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കും? ഞാൻ പറയുന്നത് കേൾക്കിന്ദ്രേട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയില് ഏട്ടൻ അമ്മയെ കാണാത്തതാ നല്ലത്. അമ്മയെ കണ്ട കൂടുതൽ പ്രശ്നങ്ങൾ ആവത്തേ ഉള്ളൂ. അമ്മ ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് വന്നാ മതി. എന്നാലും സോനെ, ഞാനല്ലേ പറയുന്നത്. ഏട്ടൻ സമാധാനിക്ക്. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ ഏട്ടത്തിയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്ക. ശരി. ആ, ഏട്ടത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ അതൊക്കെ വിട്. നീ അമ്മയെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അമ്മ വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നാലും നീ നിർബന്ധിച്ച് കഴിപ്പിക്കണം. മരുന്ന് മുടക്കരുത്. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സമാധാനായിട്ടിരിക്കെ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഏട്ടനെ വിളിക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല. ശരി. പാവ ഏട്ടൻ. ചായ കുടിക്ക്. സോനയുടെ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞതൊക്കെ ബോധ്യപ്പെട്ടെന്ന് വിചാരിക്കല്ലേ? അല്ല, എനിക്ക് മാത്രം ബോധ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സോനയ്ക്ക് ഇന്ദ്രനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവണം. ഇവരാണ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞേ? അല്ല, ഇത് വേറൊരാളാ. ഇത് ഹർഷ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഹർഷയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോ ഹർഷയ്ക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. മാഡത്തിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. നമുക്കിപ്പോ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാം. ഡൗട്ടൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് കുറെ വർഷം ഗൾഫിൽ വർക്ക് ചെയ്ത ആളാ. ഇത്തരം കോടികളുടെ ലക്കി ഡ്രോയെ കുറിച്ചൊക്കെ എനിക്കറിയാം. കേരളത്തിൽ ചിലർക്കൊക്കെ അതടിച്ചതായി കേട്ടിട്ടുണ്ട്. അതെ അതെ, സാധാരണ ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികള് 4-5 പേര് ചേർന്നാ ഇത്തരം ടിക്കറ്റുകൾ എടുക്കുന്നത്. പക്ഷെ ഇത് ശ്യാം ഒറ്റയ്ക്കെടുത്ത ടിക്കറ്റാ. ഓ, അത് തട്ടിയെടുക്കാനാ അവന്റെ പാർട്ട്ണർമാർ ശ്രമിച്ചത്. ഓക്കെ, ശ്യാമിന് ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് സോന ശ്യാമിനെതിരെ ഡിവോഴ്സ് നടപടിയുമായി പോകാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ശ്യാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും. അവൻ ഭാര്യയും കുഞ്ഞുമൊത്ത് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുള്ളതിന്റെ തെളിവും കൊടുക്കണം. ചിലപ്പോൾ സോനയും കുഞ്ഞും കൂടി സമ്മാനം വാങ്ങാൻ
ശ്യാമിന്റെ കൂടെ അങ്ങോട്ട് പോകേണ്ടിയും വരും. ആ ആ ഓക്കെ, അതൊക്കെ ഞങ്ങൾ ചെയ്യാം. പക്ഷേ 24 കോടിയുടെ സമ്മാനം കൈപ്പറ്റിയ ശേഷം ശ്യാം പഴയതുപോലെ വീണ്ടും സോനയെ ഉപേക്ഷിച്ച് പോവില്ലെന്ന് എന്താ ഉറപ്പ്? ആ അതെ, അവന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. കയ്യിൽ കാശ് വരുമ്പോ അവന്റെ സ്വഭാവം മാറും. പണ്ടും അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാ. എന്റെ മകൻ നിങ്ങളോടൊക്കെ വലിയ നന്ദികേടാ കാണിച്ചത്. അതിനുള്ള ശിക്ഷ അവന് കിട്ടി. ഇനി ശ്യാം അങ്ങനെയൊന്നും ചെയ്യില്ല. അവനിലുണ്ടായ മാറ്റം സോന കാണുന്നതല്ലേ. ഇനി അവനുള്ളതെല്ലാം സോനയ്ക്കും കുഞ്ഞിനുള്ളതല്ലേ. അവരെ വിട്ട് അവനെ എങ്ങും പോവില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും സോന ശ്യാമിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. അവൾക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ ജീവിതത്തിൽ ഒരിക്കലും വേണ്ടെന്നും പറഞ്ഞാ ഇരിക്കുന്നേ. അതെ, കോടികൾ കാണിച്ചാലൊന്നും സോന ഇനി ശ്യാമുമൊത്ത് ജീവിക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ശ്യാമിന് ലഭിച്ച ലക്കി ഡ്രോയുടെ സമ്മാനം അവന് കൈപ്പറ്റാൻ വേണ്ടി മാത്രം സോനയെ കൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ വേണേൽ ചെയ്യിക്കാം. ആ പക്ഷേ ലഭിക്കാൻ പോകുന്ന സമ്മാനത്തുകയുടെ കാര്യത്തില് ഞങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കും. ആ അത് നിങ്ങൾ അംഗീകരിക്കണം. ആ നിങ്ങൾ എന്ത് എഗ്രിമെന്റ് വെച്ചാലും ഞാൻ അതിന് തയ്യാറാ. എനിക്ക് വേണ്ടത് എന്റെ മകനെയാ. അവനെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവന്റെ പണം മുഴുവൻ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിലും അവനുള്ളതെല്ലാം അവന്റെ കുഞ്ഞിനുള്ളതാണല്ലോ. സോന അവനെ സ്വീകരിച്ചില്ലെങ്കിലും ശ്യാമിന്റെ സ്വത്തിന് അവന്റെ കുഞ്ഞിന് അവകാശമില്ലാതാകുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കി നിങ്ങളെ അറിയിക്കാം. ആ. എന്നിട്ട് നമുക്കൊന്നുടന്നിരിക്കാം. എന്താ ആന്റി? അതെ, അത് സോനയോട് ഞാനും സംസാരിച്ച് അവളുടെ മനസ്സ് ഞാനൊന്ന് അറിയട്ടെ. അല്ല, അവള് കൂടെ നിൽക്കണമല്ലോ. അതെ, സോന മനസ്സ് വെച്ചാലേ എന്തുകൊണ്ടും എന്റെ മോനെ രക്ഷിക്കാൻ പറ്റും. സോനയുടെ അമ്മയ്ക്ക് അവളെ മാറ്റിയെടുക്കാനും പറ്റും. നിങ്ങൾ എന്നാ ഇപ്പൊ പോയിക്കോ. ബാക്കിയെല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിക്കാം. ശരിയെന്നാ. ശരി. ശരി. ഇതുകൂടെ കഴിക്കും. ഒരു ദിവസം എന്തോരം ടാബ്ലറ്റാ ഇന്ദ്രേട്ടാ? ഇതൊക്കെ എപ്പോഴാ തീരുന്നേ? 3 ദിവസം കൂടെ കഴിച്ചാൽ മതി. എന്നാ അത് കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാനുള്ളതല്ലേ. മോനെ, എന്റെ മക്കളെ, ഭാനു അമ്മയ്ക്ക് കാല് വയ്യ. ഞാൻ കിടന്നു പോകുന്നാ തോന്നേ. ഭാനു മീനി ഒന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോ. കഴിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുത്താം. ഞാൻ ഇന്നലെ വീട്ടുജോലിക്ക് പോകുന്ന 2-3 പേരോട് തിരക്കി, കുറച്ച് ദിവസം ഇവിടെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന്. ആർക്കും സമയമില്ല, എല്ലാവർക്കും വലിയ ഡിമാൻഡാ. അനു, പ്രദീപ വാ. അനുചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, റെസ്റ്റില്ല. അല്ല, നീ എങ്ങനെ അറിഞ്ഞേ? ഇന്നലെ രാത്രി പ്രശോഭേട്ടനാ പറഞ്ഞത്. അല്ലാതെ ഞാനെങ്ങനെ അറിയണേ ചേച്ചി? ആ മോളെ പ്രതിഭേ, ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്. മോള് തന്നെ പോയി എടുത്തു കുടിക്കണം. ഭാനുമ്മയ്ക്ക് കാലും കൊണ്ട് വയ്യ. തൽക്കാലം ഇവിടെ സഹായത്തിന് ഒരാളെ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു ഞങ്ങള്. പക്ഷെ ആരും കിട്ടാനില്ല. സഹായത്തിന് ഞാൻ മതിയോ സർ?